ഒരു നാണവും മാനവും ഇല്ലാത്ത കുറെ വർഗങ്ങളുണ്ട്. അനാവശ്യം പറഞ്ഞാൽ നിന്റെ തലഞ്ഞ ഈ ബോൾ എടുത്തെറിഞ്ഞു തരും. നൗഫലും പഴയ ടീമേ മാറിയിട്ടുള്ളൂ. സഞ്ജു സാംസൺ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇഷ്ടമില്ലാതിട്ട് പോലും ഈ മഞ്ഞക്കുപ്പായിട്ട് ഞാൻ ഇവിടെ നിൽക്കണത്. ആരെയും പറഞ്ഞ ഇഷ്ടപ്പെടാം വലിയ വന്നില്ലേ. എടാ നീയൊക്കെ ഒന്നോർത്തോ, വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മിയാണ് നീയൊക്കെല്ലാം കൂടി ആട്ടിപ്പോയിക്കണം. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് ശാലവിൽ ഉളുപ്പുണ്ടാടാ. എടാ അളിയാ, നമ്മളിനി രണ്ടല്ല ഒന്നാണ്, ഒറ്റ കെട്ടാണ്. അത് നീ ആദ്യം മനസ്സിലാക്ക്. നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് തലയും സഞ്ജുവും കൂടി ഗ്രൗണ്ടിൽ ഇറങ്ങി അഴിഞ്ഞാടണത്. അതെ കൊമ്മാലെ സ്റ്റേഡിയം കിട്ടുന്നു. അവസാനം വാലി കിടന്ന പാമ്പിന്റെ തോളിയിട്ട അവസ്ഥ വരായിരുന്ന ഭാഗ്യം. അതെന്തടെ ഒരു സ്നേക്ക് ടോക്ക്? അതൊന്നും വേണ്ട കേട്ടാ. സഞ്ജു ഈസ് സഞ്ജു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്കത് പറയാം. ഒരുത്തിന് വേണ്ടി 2 ഓൾറൗണ്ടർമാരാണ് കൊണ്ട് കളഞ്ഞത്. അതിൽ നമ്മളെ ജഡേജയും കൂടെ പോയി. ജഡേജ അത്ര ഒരു സഞ്ജുവും വരൂല. അവരെ കാട്ടി ഒരുപടി മെകളിൽ നിൽക്കും സഞ്ജു സാംസൺ. വെറുതെ ഒന്നും CSK 18 കോടി രൂപ കൊടുത്ത് സഞ്ജുവിനെ വാങ്ങിക്കൂലല്ലേ. അതുകൊണ്ട് അമ്മാതിരി വർത്താനൊന്നും ഇവിടെ വേണ്ട. സഞ്ജുവിന്റെ അത്ര ഫാൻ ബേസ് ഉള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ വേറെ ആരുണ്ട്? എടാ നീയൊക്കെ ഇത് എഴുതിയിട്ടോ. നെക്സ്റ്റ് CSK ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആയിരിക്കും. തലയിലടാ തലയെടുക്കറവൻ. തലയെടുക്കുന്നു നമ്മളെ തലയെടുക്കുന്നു. ഫാൻ ബോയ് പ്രൗഡ് മൂവ്മെന്റ് ആണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ സീരിയസ്